ഞാൻ അഭിനയം തുടങ്ങുന്നത് 95-ലാണ്. അതിനു മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. 95-ലും അസിസ്റ്റന്റ് ഡയറക്ടർ കം ആക്ടറായി. എന്നുവെച്ചാൽ അഭിനയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ. അത് കഴിഞ്ഞ് ശരിക്കും അവിടെ നിന്നാണ് കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് പിന്നെ മെയിൻ ശരിക്കും ഏഴരക്കൂട്ടം എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ ശരിക്കും ആദ്യം ചെയ്യുന്നത് എന്നോട് കൂടാമോ, പിന്നെ സൈന്യം, വലിയ സംവിധായകരുടെ കൂടെ തന്നെയാണ് എൻ്റെ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ. എൻ്റെ ഗുരുനാഥൻ്റെ സിനിമയിൽ തന്നെയാണ് എൻ്റെ തുടക്കം, ക്യാമറയുടെ മുമ്പിൽ നിന്നത്. അവിടുന്ന് മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകരാണ് ജോഷ് സാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ 10-40 അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്തു. ഞാൻ അതിൻ്റെ അഭിനയിക്കുകയും ചെയ്തു. ജോഷ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇന്നും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറെ പോലെ തന്നെയാണ്. കാരണം നമ്മൾ ആ വലിയ ഗുരുസ്ഥാനത്ത് കാണുന്ന അത്രയും അപ് ടു ഡേറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ അതിന് ശേഷം ഗുരുനാഥൻ്റെ പടത്തിൽ തന്നെ ഹീറോ ആയിട്ട് അഭിനയിച്ചു, ഈ പുഴയും കിടന്ന്. പിന്നെ അതിനു മുമ്പ് സല്ലാപം കിട്ടി. അതിൽ 2 ഹീറോസ്, ഞാനുണ്ടായിരുന്നു, മനോജ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടി. അവസരം കിട്ടാനുള്ള കാരണം അങ്ങനത്തെ സിനിമകൾ കാണാൻ പ്രേക്ഷകരുണ്ടായതുകൊണ്ട്. അപ്പോൾ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞ ഓഡിയൻസിനോട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കമ്മിറ്റ്മെൻറ്റ്. എനിക്കെല്ലാം സിനിമയാണ്, എനിക്കതെല്ലാം തന്നത് സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. ഒരു ആവശ്യമുള്ള ഘട്ടത്തിൽ പോലും അവരാണ് വന്നിട്ടുള്ളത്. ആ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നത് ത്രൂ ഔട്ട് അന്നും ഇന്നും ആൾക്കാരെ 2 കൈ നീട്ടിയാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുന്നതെന്ന് അറിയുമ്പോഴത്തേനും. ഈ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ടേ ആൾക്കാർ കണ്ടിന്യൂസ് വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പിള്ളേർ തന്നെ നിർബന്ധിച്ച് പാരൻസിനെ കൊണ്ടുപോയിട്ടൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ഈ ഒരു വോയിസ് ഓഫ് സത്യനാഥൻ ഇറങ്ങുന്ന സമയത്തൊക്കെ ആ കുട്ടികളുടെ റെസ്പോൺസ്. അപ്പോൾ അങ്ങനെ കുട്ടി പ്രേക്ഷകർ ആരെങ്കിലും അങ്ങനത്തെ ഒരു സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്തോ? പിന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഇപ്പോൾ കോവിഡ് കാലത്ത് ഒരുപാട് കോവിഡിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സിനിമയ്ക്കുണ്ടായി. അതിൽ കോവിഡ് സമയത്ത് 1.5 വർഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ടായത് TV അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോമാണ്. ഫോണിലോ TV-യിലോ ഒക്കെയാണ് സിനിമ കണ്ടിരുന്നത്. നമുക്ക് തിയേറ്ററിലെങ്ങും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തും എൻ്റെ പഴയ സിനിമകൾ ഒരുപാട് വരികയുണ്ടായി. അപ്പോൾ അതിലൂടെ ഞാനിപ്പോൾ CID മൂസ ഷൂട്ട് ആ സിനിമ റിലീസ് ചെയ്തിരുന്ന സമയത്ത് കണ്ട കുട്ടികൾ, അവരാണായാലും പെണ്ണായാലും, അവർ വലുതായി, അവർ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളായി. അപ്പോൾ ഈ സമയത്തൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ ഈ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീണ്ടും കുട്ടി ഫാൻസ് ഭയങ്കരമായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ഞാൻ ഷോക്കായിപ്പോയി. 4 വയസ്സുള്ള കുട്ടി മുതൽ ഒരു 12 വയസ്സുള്ള കുട്ടികൾ വരെയുള്ള അവർ ഞാൻ ചെയ്ത ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അതിലെ ഡയലോഗ്സുകളൊക്കെ പറഞ്ഞിട്ടാണ് അവർ പെർഫോം ചെയ്യണത്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നു. കാരണം അവർ എൻ്റെ ഓരോ മൊമെൻറ്റ്സും പഠിച്ച് അതിലെ ഡയലോഗ്സുകളും പഠിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ പുതുതലമുറ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ്. അപ്പോൾ അതിന് കൂടെ നിൽക്കുന്ന ആരാ? മാതാപിതാക്കളാണ്. അവരുടെ ചെറുപ്പത്തിൽ, അവരുടെ ഒരു 10 വയസ്സിലൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ CID മൂസ ഇറങ്ങിയിട്ട് ഇപ്പോൾ 20 വർഷമായി. 10 വയസ്സുള്ള അവർക്ക് 30 വയസ്സായി. ഞാൻ പറഞ്ഞ അതാണ്. അവർ ഭക്ഷണം കൊടുക്കുമ്പോഴോ ഇതാകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ ഇതാക്കുമ്പോഴോ വെച്ചു കൊടുക്കുന്ന നമ്മുടെ സിനിമകൾ കാണാൻ അവർ പറയുന്നുണ്ട്. അവർ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ട സിനിമ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഗുണമായി. ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പുതിയ സിനിമയായിട്ട് വന്നപ്പോഴും ആ സ്നേഹം അത് കണ്ണുകളിൽ നമുക്ക് കാണാം. നമ്മളോടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അത് വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. എനിക്കൊന്ന് റാഫി സാറായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എനിക്കൊന്ന് ഇപ്പോഴും നിങ്ങളുടെ സെറ്റിലെ കഥകളൊക്കെ ആര് പറഞ്ഞാലും നിങ്ങൾ ഒരുപാട് കോമഡികൾ ഒരുപാട് ഒപ്പിക്കുന്ന അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരുന്നു നിങ്ങൾ നേരത്തെ മുതൽ. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു കഥയായിട്ടൊക്കെ വരുമ്പോഴും വളരെ എക്സൈറ്റഡ് ആയിരുന്നിരിക്കുമല്ലോ ഇപ്പോഴും ഒരു പുതിയൊരു സിനിമയായിട്ട് വരുമ്പോഴും. ആ ഒരു ഒപ്പം വർക്ക് ചെയ്യാനും എപ്പോഴും നമ്മൾ ആ ഒരേ എനർജി ഷെയർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല റിസൾട്ട് എപ്പോഴും നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഏതൊരു സംവിധായകരോടും നമ്മൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ എന്നെ വെച്ച സിനിമ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുള്ളൂ. എനിക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാവണം. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്
പുള്ളിയാണ് ഞാൻ സെറ്റിൽ ചെന്നാൽ അല്ലെങ്കിൽ ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയിൽ എന്നെ കമാൻഡ് ചെയ്യുന്ന ആൾ പുള്ളിയാണ്. അതെ. അദ്ദേഹം പറയുന്നത് ഞാൻ ഒബേ ചെയ്യാണ്, പറയുന്നത് മനസ്സിലാക്കി ചെയ്യാനും. പിന്നെ ഞങ്ങൾ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം എപ്പോഴും. അല്ലാണ്ട് ഏതൊരു നടനും മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവനോട് ഒരു താല്പര്യമില്ലാത്ത ഒരുത്തിനെ വെച്ചിട്ട് സിനിമയിലൊന്നും പോകരുത്. അതൊക്കെ ഒരു മെക്കാനിക്കൽ പരിപാടിയാണ്. അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ എൻജോയ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പറയില്ല. അപ്പം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളൊക്കെ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി, ഒരു വൈബ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു ഹീറോ ആവുന്നതിന് മുമ്പേ ഞാൻ റാഫിയുടെ ഒരുപാട് ഷോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഫാനാന്ന് തന്നെ പറയാം. ഫാൻ മീൻസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് റാഫി. അപ്പോൾ റാഫ് ബൈനെ ഞാനൊരു ഇതായി കാണുന്നു, നമ്മൾ പ്രോഗ്രാം കാണാൻ ചെല്ലുന്നു, അവിടെ നിന്ന് ചില ഐറ്റമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ച് എപ്പോഴും കളിയാക്കി. ഞാൻ കണ്ടതിൽ ഏറ്റവും ബ്രില്യൻ്റ് റൈറ്റേഴ്സിൽ എടുത്ത് പറയേണ്ട ഒരാളാണ് റാഫി ബൈ. ശരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആദ്യം റാഫി മെക്കാട്ടിനായിരുന്നു. അവരൊരുമിച്ചുള്ള സിനിമകളിലെല്ലാം ഞാൻ വിളിച്ചു ഗംഭീര ഹിറ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം റിംഗ് മാസ്റ്റർ തുടങ്ങിയിട്ടാണ് ഞാൻ റാഫ് ബൈ ഇതായി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് ചൈന ടൗണിൽ അഭിനയിച്ചു. പിന്നെ ലാസ്റ്റ് അദ്ദേഹം എഴുതിയ 2 കൺട്രീസ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിലിം. ഇപ്പോൾ ഈ ഫിലിം ശരിക്കും പറഞ്ഞാൽ എന്നെ വെച്ച് പ്ലാൻ ചെയ്തൊന്നുമല്ല. പല കഥകൾ പറഞ്ഞു, എല്ലാവരും OTT ഫിലിം ചെയ്യണു, നമുക്കൊരു OTTയിലേക്ക്, കാരണം തിയേറ്റേഴ്സ് ഇല്ലല്ലോ, അങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് ചെറിയൊരു രീതിയിൽ. പക്ഷെ ഇത് ശരിക്കും ആദ്യം ചെയ്യേണ്ടത് ഫഹദായിരുന്നു. എന്നിട്ട് ഞാൻ ഇവരിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഫഹദ് ചെയ്യാത്ത ചോദിച്ചു. അപ്പോൾ പുള്ളി തിരക്കാണ്, പുള്ളി കറക്റ്റ് നമുക്ക് പുള്ളി ഇപ്പോൾ വേറെ തെലുങ്കിൽ പോകണു, അവിടെ പോകണം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഡേറ്റ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ റിയാലിറ്റി അറിയാൻ വേണ്ടി ഞാൻ ഫഹദിനെ വിളിച്ചു. കാരണം ഞാനിവരൊക്കെ ഫാസാറിൻ്റെ വീട്ടിലാണ് ഒക്കെ പോകുമ്പോൾ വെച്ചാൽ അവർ സിനിമയിൽ വരുന്നതിന് മുമ്പ് കാണുന്നതല്ലേ. ഞാൻ വിളിച്ചു, ഷാനു ഇങ്ങനെ ഇത് പറയുന്നുണ്ട്, ഷാനു ചെയ്യണ്ടോ? അത് പറഞ്ഞില്ല ഏട്ടാ, അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇതാണ്. അപ്പം ഞാൻ ചെയ്യേണ്ടി ചെയ്തോളൂ, കാരണം ഇവരിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ ആ കഥ കേട്ടു. അപ്പോൾ കാരണം ഷാനുവിനോട് ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ, ചെയ്യുന്നില്ലെങ്കിൽ എന്നുള്ളതുള്ളൂ. അയ്യോ ചേട്ടൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തോട്ടോ, അത് ഒരു പ്രശ്നമില്ല ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ആണ്. പിന്നെ അതിന് ഞാൻ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി.